പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഫെബ്രുവരി 11 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വടകരയിൽ എത്തിച്ചേരും. ആയിരക്കണക്കിന് ആളുകൾ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വടകരയിൽ പ്രതിപക്ഷ നേതാവിനും ഒപ്പം അനുഗമിക്കുന്ന ഉന്നതരായ UDF നേതാക്കൾക്കും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സ്വീകരണമാണ് ഒരുക്കുന്നത്. വടകര കുളത്തിൻ്റെവിടെ നിന്നും വർണ്ണാഭമായ സ്വീകരണത്തോടെ കോട്ടപ്പറമ്പിൽ സംഗമിക്കുകയാണ്. കോൺഗ്രസ് എസിൽ നിന്നും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജിവെച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നേതാക്കളും അനുഭാവികളും പുതുയുഗ യാത്രയിൽ വെച്ച് കോൺഗ്രസ് ചേരുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ വടകര നിയോജക മണ്ഡലം UDF ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ, UDF മണ്ഡലം കൺവീനർ NP അഹമ്മദ് ഹാജി, ട്രഷറർ കൊളങ്ങര ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുരിയാടി എന്നിവർ പങ്കെടുത്തു. നമ്മൾ മറ്റന്നാൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര വടകരയിൽ എത്തിച്ചേരുക. ഈ മാസം 6-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച പുതുയുഗ യാത്രയാണ് വടകര നിയോജക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പുതുയുഗ യാത്രയുടെ പ്രസക്തിയെ സംബന്ധിച്ച് പറയേണ്ട കാര്യമില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനോടടുപ്പിച്ചാണ് പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ പുതുയുഗ യാത്ര നടത്തുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ UDF കൈവരിച്ച നേട്ടം എന്ന് പറയുന്നത് എടുത്ത് പറയത്തക്കുള്ള നേട്ടം. 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDF മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചത്. പക്ഷേ 2010 പിന്തള്ളിക്കൊണ്ടാണ് 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അത് ഗ്രാമപഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്തും ഒക്കെ വലിയ ശതമാനം കോൺഗ്രസ് UDF മുന്നണിക്ക് കരസ്ഥമാക്കി മുന്നോട്ട് വരാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ കേരളത്തിലെ 9.25 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണ വിരുദ്ധ വികാരം കേരളത്തിൽ അലയടിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പരിപാടിയുമായി പ്രതിപക്ഷ നേതാവ് വരുന്നത്. ഇതിപ്പോൾ വടകരയിലെ പുതുയുഗ യാത്ര എത്തിച്ചേരുമ്പോൾ വടകരയിൽ നിന്നുള്ള വടകര നിയോജക മണ്ഡലത്തിലെ ഏകദേശം ഒരു 8,000-ഓളം പ്രവർത്തകർ ഈ പുതുയുഗ യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി വടകരയിൽ എത്തിച്ചു. അപ്പോൾ അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എസ് എന്ന് രാജിവെച്ച ജില്ലാ പ്രസിഡന്റ് ഗോപാലൻ മാഷ് ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വ നിരയും പ്രവർത്തകരും ആ പരിപാടിയിൽ പങ്കെടുക്കും. നേതാക്കന്മാർ ആ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വീകരണ പരിപാടിയിലെത്തും. ആ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വീകരണ പരിപാടി വെച്ച് നേതാക്കളെയൊക്കെ തന്നെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുന്നൊരു ചടങ്ങും വടകര കോട്ടപ്പറമ്പിലും. ഇപ്പോൾ ഗോപാലൻ മാഷ് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് എസിൻ്റെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ച അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും പ്രവർത്തകരും ഒക്കെ നേതാക്കന്മാർ പ്രവർത്തകരൊക്കെ കോൺഗ്രസിലേക്ക് വരുന്നത് ഈ കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്.